കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷ എത്രത്തോളം ദുർബലമാണെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വോട്ട് ബാങ്കിനും പ്രീണന രാഷ്ട്രീയത്തിനും വേണ്ടി തീവ്രവാദികൾക്കും അനധികൃത കുടിയേറ്റക്കാർക്കും നമ്മുടെ സംസ്ഥാനം സുരക്ഷിത താവളമൊരുക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക് അവസാനിപ്പിച്ച് ബംഗ്ലാദേശികളെ പൂട്ടാൻ കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ കേരളത്തിലേക്ക് നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. അതെ, വിവിധയിടങ്ങളിൽ കർശന പരിശോധനകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് തൃപ്പൂണിത്തറ ഏരൂരിൽ നിന്ന് 6 ബംഗ്ലാദേശ് പൗരന്മാരെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്ത്യൻ നേവിയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ പിടികൂടിയത്. ഇതിന് തൊട്ടു മുൻപ് കരുനാഗപ്പള്ളിയിലെ ഒരു മദ്രസയിൽ നിന്ന് വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി അമാൻ ഖാൻ എന്നൊരു ബംഗ്ലാദേശി യുവാവിനെയും ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രാദേശിക മത നേതാക്കളുടെയും രാഷ്ട്രീയക്കാരുടെയും സഹായത്തോടെയാണ് ഇവർ ഇന്ത്യയുടെ ഔദ്യോഗിക രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയതും ഇവിടെ സുരക്ഷിതരായി കഴിഞ്ഞതും. എന്തുകൊണ്ടാണ് സംസ്ഥാന പോലീസിനെ മാത്രം ഈ വിഷയം ഏൽപ്പിക്കാതെ ഇന്ത്യൻ നേവിയും ഭീകരവിരുദ്ധ സ്ക്വാഡും നേരിട്ട് കേരളത്തിൽ റെയ്ഡിനിറങ്ങുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരും പ്രതിപക്ഷത്തുള്ള LDFും ഒരുപോലെ ആശ്രയിക്കുന്ന ന്യൂനപക്ഷ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇത്തരം അനധികൃത കുടിയേറ്റക്കാർക്ക് വളമാകുന്നത്. ഇവരെല്ലാം ഇവിടെ കുടിയേറിയത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്താണെങ്കിൽ അവർ ഇവിടെ തുടരുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ കീഴിൽ അവർ സുരക്ഷിതരായിരിക്കും എന്ന ഉറപ്പ് അവർക്കുള്ളതുകൊണ്ടാണ്. കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാനെത്തുന്ന ബംഗ്ലാദേശികൾക്ക് പ്രാദേശിക മതരാഷ്ട്രീയ നേതൃത്വങ്ങൾ വ്യാജ രേഖകൾ ഉണ്ടാക്കി നൽകി അവരെ വളരെ വേഗം തങ്ങളുടെ വോട്ട് ബാങ്കാക്കി മാറ്റുകയാണ്. എന്തുകൊണ്ടാണ് കേരളം SIRനെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെ പല്ലും നഖവും കൊണ്ട് എതിർത്തത് എന്ന് വ്യക്തമാവുകയാണ്. സ്വന്തം വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ അലംഭാവം കാണിക്കുന്നിടത്താണ് ദേശീയ സുരക്ഷ മുൻനിർത്തി കേന്ദ്ര ഏജൻസികൾ നേരിട്ട് ഇടപെടുന്നത്. മദ്രസകൾ പോലുള്ള പ്രാദേശിക മതസ്ഥാപനങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ പരമാധികാര രേഖകളായിട്ടുള്ള വ്യാജ ആധാർ കാർഡും വോട്ടർ IDയും റേഷൻ കാർഡും ഒക്കെ പിടിക്കപ്പെടുന്നത് ഒരു സാധാരണ ക്രിമിനൽ കുറ്റമല്ല. ഇതൊരു വലിയ ദേശീയ സുരക്ഷാ വീഴ്ച തന്നെയാണ്. പ്രാദേശിക സിവിൽ അഡ്മിനിസ്ട്രേഷൻ സംവിധാനങ്ങൾ എത്രത്തോളം അഴിമതി നിറഞ്ഞതാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സംസ്ഥാന സർക്കാരിന് മേൽ നേരിട്ടിടപെടാനും പരിശോധനകൾ കർശനമാക്കാനുമുള്ള വലിയൊരു ആയുധം കൂടിയാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ തദ്ദേശീയരായിട്ടുള്ള വോട്ടർമാർ, പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഈ ഭയാനകമായിട്ടുള്ള ജനസംഖ്യ അധിനിവേശത്തെ വലിയ ആശങ്കയോടെയാണ് കാണുന്നത്. വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ വേണ്ടി അനധികൃത കുടിയേറ്റക്കാർക്ക് നേരെ കണ്ണടയ്ക്കുന്ന UDF സർക്കാരിന്റെ നിലപാടുകൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് തന്നെ കനത്ത തിരിച്ചടിയാകും. ദേശീയ സുരക്ഷയെ മുൻനിർത്തി BJPയും RSSും ഉൾപ്പെടുന്ന ദേശീയവാദ പ്രസ്ഥാനങ്ങൾക്ക് കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ മുന്നേറ്റം നടത്താനുള്ള വഴി കൂടിയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ബംഗ്ലാദേശികളെ പൂട്ടാനുള്ള കേന്ദ്ര ഏജൻസികളുടെ ഈ ഓപ്പറേഷൻ വെറുമൊരു തുടക്കം മാത്രമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.